മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത ആനപ്രേമം. ഒരു ഉത്സവ സീസണിൽ ഇത്രയും ആനയിടഞ്ഞ് മനുഷ്യനും സാധന സാമഗ്രികൾക്കും നാശമുണ്ടാക്കിയ കാലം കാണില്ല. ആയുസ് നീട്ടിക്കിട്ടാനും ആരോഗ്യമുണ്ടാകാനുമൊക്കെ പ്രാർത്ഥിക്കുന്ന ദേവാലയത്തിൻ്റെ തിരുമുന്നിൽ തന്നെ അറിഞ്ഞുകൊണ്ട് ഈ കാട്ടുമൃഗത്തിന് മുന്നിൽ മനുഷ്യൻ ആയുസ് ഹോമിക്കുകയാണ്. വൈക്കം TV-പുരം ക്ഷേത്രത്തിൽ ആനയിടയുന്ന ദൃശ്യങ്ങളാണിത്. അനങ്ങാതെ നിൽക്കുന്ന ആനയുടെ വന്യസ്വഭാവം പെട്ടെന്നാണ് പുറത്തേക്ക് വരുന്നത്. രണ്ടാം പാപ്പാനെതിരെ തിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു ആന. ഇതിനെ പിന്തിരിപ്പിച്ച് പരിക്കേറ്റ പാപ്പാനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ആ പാവത്തിൻ്റെ കുടുംബം അനാഥമായി കഴിഞ്ഞിരുന്നു. ചുട്ടുപൊള്ളുന്ന വേനലിൽ തിരിച്ചറിവുണ്ടെന്ന് അവകാശപ്പെടുന്ന മനുഷ്യന് പോലും കലിതുള്ളുമ്പോഴാണ് എപ്പോഴും തണുപ്പും വെള്ളവും ആവശ്യമുള്ള ഈ കരിമൃഗത്തെ മണിക്കൂറുകൾ ഉത്സവ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നത്. ആനയെ എത്തിക്കുന്നത് ആഢ്യത്വവും ആത്മാഭിമാനവും കരുതുന്നവരാണ് ഈ ആനക്കലിയെ വിളിച്ചു വരുത്തുന്നത്. ലക്ഷങ്ങൾ വാശികേറ്റി വിളിച്ച് ആനയെ എഴുന്നള്ളിച്ച് ഫാൻസ് അസോസിയേഷനുമൊക്കെയായി ആനച്ചന്തം സോഷ്യൽ മീഡിയ കൈയടക്കുകയാണ്. ആനയില്ലാതെ എന്തുത്സവം എന്ന രീതിയിലേക്ക് മധ്യകേരളം മാറിക്കഴിഞ്ഞു. ജീവനും സ്വത്തിനും സംരക്ഷണത്തിനായിട്ടാണ് ഭക്തർ ക്ഷേത്രങ്ങളിലെത്തി പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവിടെ എത്തുന്നവരുടെ ജീവൻ തുലാസിലാക്കുന്ന ഈ ആനക്കളി നിർത്തേണ്ടിയിരിക്കുന്നു. കാലാവസ്ഥയും രീതികളും ജനക്കൂട്ടവും മാറുന്നതനുസരിച്ച് കാലാനുവൃത്തിയായി ആചാരങ്ങളിലും മാറ്റമുണ്ടാകുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇങ്ങനെ പാവങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഇടങ്ങളായി ക്ഷേത്രങ്ങളെ മാറ്റാതെ ആനക്കലിക്ക് ചങ്ങലയിടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു.